ഹായ് ഓൾ, FS1 10 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ക്ലാസ്. Today's first question is, which means 111th question is, which one of the following microorganisms is used in the preparation of bread? Which one of the following microorganisms is used in the preparation of bread? സോ ഇതിൽ ഏത് മൈക്രോ ഓർഗാനിസമാണ് ബ്രെഡിന്റെ പ്രിപ്പറേഷനിൽ കാൻഡിഡ യൂട്ടിലിസ് ഉണ്ട്, സെക്കാറോമൈസസ് സെറിവേസി ഉണ്ട്. ഇവിടെ വരണതാണ് ശരിക്കും, സെക്കാറോമൈസസ് സെറിവേസി ഉണ്ട്, സെക്കാറോമൈസസ് സെർവാരം ഉണ്ട്, ആസ്പെർജില്ലസ് നിഗർ ഉണ്ട്. ഇതിലെ ശരിയായ ആൻസർ സെക്കാറോമൈസസ് സെറിവേസിയ. അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ബ്രെഡിൽ ഈ സർക്കാരോമൈസസ് സെറിവേസിയനെ നമ്മൾ അതായത് ഇതിന്റെ രണ്ട് വെറൈറ്റി വരുന്നുണ്ട്. ഒന്ന് ബ്രൂവേഴ്സ് ഈസ്റ്റും ബേക്കേഴ്സ് ഈസ്റ്റും എന്ന് പറഞ്ഞിട്ട്. അതിൽ ബേക്കേഴ്സ് ഈസ്റ്റിനെയാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ബ്രെഡിൽ യൂസ് ചെയ്യുന്നത്. സോ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കാരോമൈസസ് സെറിവേസി ആണ്. അത് ബ്രെഡിന്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലീവനിങ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ലീവനിങ് ആക്ഷൻ. അത് ബ്രെഡ് പൊന്താൻ വേണ്ടിയിട്ടൊക്കെ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ പിന്നെ അതുപോലെ തന്നെ ഫെർമെന്റേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷുഗറിനെ ഫെർമെന്റ് ചെയ്ത് അതിനെ എന്ത് ചെയ്യും? ഷുഗർ ഫെർമെന്റ് ചെയ്തതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് മെത്തനോൾ ഉണ്ടാക്കാനും ബേക്കേഴ്സ് ഈസ്റ്റ് സഹായിക്കുന്നുണ്ട്. ഈ ബേക്കേഴ്സ് ഈസ്റ്റ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പല തരത്തിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും നല്ല ബേക്കേഴ്സ് ഈസ്റ്റ് വെച്ചാൽ ഡ്രൈ ഈസ്റ്റ് ആണ്. ഡ്രൈ ഫോമിലൊക്കെ ഈ നമ്മളെ ഒരു ചെറിയ മണി പോലെ കിട്ടും. നമുക്ക് ഡ്രൈഡ് ആയിട്ടുള്ള ഈസ്റ്റ് കിട്ടും. അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് സ്റ്റോറേജ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഡ്രൈ ഈസ്റ്റ് ആണ്. ഈ ടൈപ്സ് ഓഫ് ബേക്കേഴ്സ് ഈസ്റ്റ് കുറേ ഉണ്ട്. ഡ്രൈ ഉണ്ട്, കംപ്രസ്ഡ് ഉണ്ട്, ക്രീം ഉണ്ട്, ഡീആക്ടിവേറ്റഡ് ഉണ്ട്, റാപ്പിഡ് റൈസ് ഉണ്ട്, ഇൻസ്റ്റന്റ് ഉണ്ട്. ഇങ്ങനെ 6 തരത്തിലുള്ള ഈസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ് ഗ്രാന്യൂൾസ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഈ ഹോമിയോ ഗുളിക വൈറ്റ് കളർ ആയിരിക്കും, ഒരു ബീച്ച് കളറായിരിക്കും. അതുപോലെ അങ്ങനെ ഒരു ചെറിയ മണികളായിട്ട് കിട്ടുന്ന ഈസ്റ്റ് ആണ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം, റീഹൈഡ്രേറ്റ് ചെയ്യണം. എന്നിട്ടാണ് എന്ത് ചെയ്യുക? ഇത് നമുക്ക് ഏത് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ ഇത് കുറേ കാലങ്ങളോളം ഡ്രൈ ആണല്ലോ, അപ്പോൾ കുറേ കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാനും പറ്റും. റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ 1 വർഷവും, അതേസമയം ഫ്രോസൺ ആണെങ്കിൽ 10 വർഷം വരെ, ഒരു ഡിക്കേഡ് വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ പ്രിസർവ് ചെയ്ത് സ്റ്റോറേജ് ഷെൽഫ് ലൈഫ് ഉണ്ട്. നെക്സ്റ്റ് ഒന്നാണ് ക്രീം ഈസ്റ്റ്. ക്രീം ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു സസ്പെൻഷൻ, ആ സസ്പെൻഷൻ ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡിൽ ഈസ്റ്റ് ഉള്ളത്, അങ്ങനെയാണ് ക്രീം ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ ബേക്കറീസിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് കുറേ വലിയ വോളിയം ഒക്കെ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ക്രീം ഈസ്റ്റ് യൂസ് ചെയ്യുക. പിന്നെ അത് ഡീആക്ടിവേറ്റഡ് ഈസ്റ്റ് ആണ്. ഈ ഈസ്റ്റ് ഫെർമെന്റേഷന് സഹായിക്കൂല കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, ഫെർമെന്റേഷൻ ഷുഗറിനെ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും എന്ന് പറയുന്ന പ്രോസസ്സ് ഡീആക്ടിവേറ്റഡ് ഈസ്റ്റിൽ നടക്കൂല. ഈ ഈസ്റ്റ് സഹായിക്കുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആണ്. അതുപോലെ തന്നെ ഡോയിന്റെ എക്സ്റ്റെൻസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. മെയിൻ ആയിട്ട് പിസ്സ, അത് ഈ പാനിൽ ഉണ്ടാക്കുന്ന ബ്രെഡുകളില്ല, എന്ന് വെച്ചാൽ ലീവനിങ് നടക്കാത്ത അങ്ങനത്തെ ബ്രെഡുകളിലാണ് എന്തുണ്ടാക്കുന്നത്? ഡീആക്ടിവേറ്റഡ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ റാപ്പിഡ് റൈസ് ഈസ്റ്റ്. റാപ്പിഡ് റൈസ് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഡ്രൈഡ് ഈസ്റ്റിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ്. പക്ഷെ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും, ഇതിന്റെ ആക്ഷൻ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും. നല്ല പോലെ മീൻസ് ഇത് ഹൈ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട്പുട്ട് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ആണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇത് സ്മോൾ ഗ്രാന്യൂൾസ് ആണ്. ഇതുപോലെ തന്നെ ലൈവ് സെൽസ് ആണ്. ഒരു ഇത്ര വോളിയത്തിലുള്ള ലൈവ് സെൽസ് ഉണ്ടാവും. ഇതിന് റീഹൈഡ്രേഷൻ ഒന്നും ആവശ്യമില്ല. ഇത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റിനേക്കാളും പെരിഷബിൾ ആണ്. മീൻസ് ഡ്രൈ ഈസ്റ്റ് പെട്ടെന്നൊന്നും ചീത്തയാവില്ല, പക്ഷെ ഇത് കുറച്ചും കൂടി പെരിഷബിൾ ആയ സാധനമാണ്. ഇതിന് എന്താ പറയാ, സ്മോൾ എമൗണ്ട് ഓഫ് അസ്കോബിക് ആസിഡ് ഒക്കെ ഇതിൽ എന്തുണ്ട്? ഈ ഇൻസ്റ്റന്റ് ഈസ്റ്റിൽ ഉണ്ട്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, കംപ്രസ്ഡ് ഈസ്റ്റ് ആണ്. കംപ്രസ്ഡ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രീം ഈസ്റ്റിന്റെ തന്നെ, പക്ഷെ ക്രീം ഈസ്റ്റിൽ ലിക്വിഡും വെള്ളം പോലെയാണ് ഉണ്ടാവുക. പക്ഷെ ഇതിൽ ലിക്വിഡ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കട്ട നമ്മളെ ഈ ബട്ടറിന്റെ ഒക്കെ കഷ്ണങ്ങളില്ല, അതുപോലെ കട്ടയായിട്ട് കിട്ടുന്നതാണ് കംപ്രസ്ഡ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അതും ഈ സോഫ്റ്റ് സോളിഡ് ബീജ് ഇൻ കളർ ആയിരിക്കും. കൺസ്യൂമേഴ്സ് നമ്മളിങ്ങനെ ചെറിയൊരു ഫോയില് റാപ്പ് ചെയ്തിട്ട് നമ്മൾ ക്യൂബ് പോലെ ആയിട്ട് ഒരു കേക്ക് ഈസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടുക.
ഇത് ബൾക്ക് യൂസേജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതും എന്താണ് ലോ ടെമ്പറേച്ചറിലാണ് കൂടുതലായിട്ടും എന്തുള്ളൂ ഇതിന് സ്റ്റോറേജ് ലൈഫ് ഉള്ളൂ. അപ്പോൾ 6 ബേക്കേഴ്സ് ഈസ്റ്റ് എന്താണ് സെക്കാറോമൈസസ് സെറിവേസിയ, അതിന്റെ ടൈപ്പ് 6 ടൈപ്സ് ഓഫ് ഈസ്റ്റ് പറഞ്ഞു. ഡ്രൈ ഈസ്റ്റ്, ക്രീം ഈസ്റ്റ്, deactivated yeast, rapid rise yeast, instant yeast, and last one compressed yeast. Okay, so we can go to next question. Next question is, in peanuts, moles release a toxin. അതായത് മോൾഡ് ഉണ്ടാക്കുന്ന ഒരു ടോക്സിൻ. മോൾഡ് സത്യം പറഞ്ഞാൽ കുറേ ടോക്സിൻസ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള മൈക്രോ ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടോപ്പിക്കാണ്. മൈക്രോ ടോക്സിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാണ്. അത്രയും വലിയ ടോപ്പിക്കിലുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന മോൾഡ് ഉണ്ടാക്കുന്ന ടോക്സിൻ അല്ലെങ്കിൽ ഒരു മൈക്രോ ടോക്സിൻ എന്ന് പറയുന്നതിലുള്ളത് അഫ്ലാടോക്സിൻ ആണ്. സോ ഇതിലിപ്പോൾ ആൻസർ അപ്പം എന്തായിരിക്കും? അഫ്ലാടോക്സിൻ ആയിരിക്കും. അപ്പോൾ പീനട്സിൽ അഫ്ലാടോക്സിൻ കാണുന്നുണ്ട്. അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ടോക്സിന് കൂടുതലായി ഉണ്ടാക്കുന്നത് ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ ആസ്പെർജില്ലസ് പാരാസൈറ്റിക്കസ് എന്ന് പറഞ്ഞ ഓർഗാനിസം. മെയിൻ ആയിട്ട് ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ്, അത് ഇത് ആലോചിച്ചാൽ മതി. ആസ്പെർജില്ലസിന്റെ എയും ഫ്ലേവേഴ്സിന്റെ FLും കൂടി, അങ്ങനെ FLA, അങ്ങനെ പിന്നെ അഫ്ലാടോക്സിൻ എന്നുള്ള പേര് വരാനുള്ള കാരണം ഇതാണ്. അപ്പൊ ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സും അല്ലെങ്കിൽ ആസ്പെർജില്ലസ് പാരാസൈറ്റിസൊക്കെ എന്ത് കാണുന്നുണ്ട്? അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാക്കാനുള്ള കാരണം? കുറെ കാരണങ്ങളുണ്ട്. ഒന്ന് ഹെപ്പാറ്റോ സെല്ലുലാർ ഡാമേജ്, നെക്രോസിസ്, കൊളിസ്റ്റാസിസ്, ഹെപ്പാറ്റോമാസ്, അക്യൂട്ട്. ഇതൊന്നും പഠിക്കേണ്ടി വരില്ല, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഓർഗാനിസത്തിന്റെ പേര് പഠിച്ചു വെക്കുക. അഫ്ലാടോക്സിൻ ഉണ്ടാക്കുന്ന ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് ആണ്. ഇതൊരു മൈക്കോടോക്സിൻ ആണ്. മൈക്കോടോക്സിൻ എന്ന് വെച്ചാൽ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനാണ് നമ്മൾ മൈക്കോടോക്സിൻ എന്ന് പറയുന്നത്. ഇപ്പൊ മോൾഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഫ്ലാടോക്സിൻ കേട്ടോ. ഇതിൽ ഉണ്ടാകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ക്യാൻസറും മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു. ക്യാൻസർ കോസിങ് ആണ് ഈ അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് ടോക്സിൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, മൈക്രോ ഓർഗാനിസം കോസിങ് യെല്ലോ കളർ ഇൻ ദ ക്രീമി ലെയർ ഓഫ് മിൽക്ക്. ഇത് നമ്മുടെ ഇതില്ലേ എന്തായിരുന്നു മിൽക്കിന്റെ സ്പോയിലേജിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിസം മിൽക്കിന്റെ ക്രീമി ലെയറിൽ യെല്ലോ കളർ കൊടുക്കുന്ന ഓർഗാനിസം ഏതാണെന്നുള്ളത് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് ഉണ്ട്, സ്യൂഡോമോണാസ് സിൻസയാന ഉണ്ട്, സ്യൂഡോമോണാസ് സിൻസാന്ത ഉണ്ട്, സ്യൂഡോമോണാസ് പ്യൂട്രിഫിഷ്യൻസ് ഉണ്ട്. ഇതിന്റെ ആൻസർ പഠിച്ചു വെക്കുക. സ്യൂഡോമോണാസ് സിൻസാന്ത. യെല്ലോ കളർ നൽകുന്ന ആരാണ്? സ്യൂഡോമോണാസ് സിൻസാന്ത. യെല്ലോ കളർ നൽകുന്നത് സ്യൂഡോമോണാസ് സിൻസാന്ത. അതുപോലെ തന്നെ വേറെ പലകളുണ്ട്. ഈ സ്യൂഡോമോണാസ് സിൻസിയാനെ ബ്ലൂ കളർ, സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് ഗ്രീൻ കളർ, ഇങ്ങനെ ഓരോ കളർ കൊടുക്കുന്ന ഓരോ ഓർഗാനിസംസ് ഉണ്ട്. അതൊന്ന് പഠിച്ചിട്ട് പോവാം നമുക്ക്. ബ്ലൂ കളർ കൊടുക്കുന്നത് ആരാണ്? സ്യൂഡോമോണാസ് സിൻസിയാനെ. യെല്ലോ കളർ കൊടുക്കുന്നത് സിൻസാന്തെ. സോ ബ്ലൂ കളർ കൊടുക്കുന്നത് സ്യൂഡോമോണാസ് സിൻസിയാനെ, യെല്ലോ കളർ കൊടുക്കുന്ന സ്യൂഡോമോണാസ് സിൻസാന്ത, റെഡ് കളർ കൊടുക്കുന്ന സെറേഷ്യ മാറസെൻസൻസ്, ഗ്രീൻ കളർ കൊടുക്കുന്ന സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ബ്ലാക്ക് കൊടുക്കുന്നത് സ്യൂഡോമോണാസ് നൈഗ്രിഫിക്കൻസ്. ഓക്കെ അല്ലേ? ബ്ലൂ സിയാൻ, ഇത് ആലോചിച്ചു. സിയാൻ എന്ന് പറയുന്ന കളർ ബ്ലൂ ആണല്ലോ. അങ്ങനെയാകുമ്പോൾ ബ്ലൂ കളർ കൊടുക്കുന്നത് സ്യൂഡോമോണാസ് സിൻസിയാനെ, യെല്ലോ കളർ കൊടുക്കുന്നത് സ്യൂഡോമോണാസ് സിൻസാന്ത, റെഡ് സെറേഷ്യ മാർസസെൻസ്, ഗ്രീന് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ബ്ലാക്ക് സ്യൂഡോമോണാസ് നൈഗ്രിഫിക്കൻസ്. ഓക്കെ അല്ലേ? സോ യെല്ലോ കളർ എടുക്കുന്നത് എന്താണ്? സ്യൂഡോമോണാസ് സിൻസാന്തെ. നെക്സ്റ്റ് വൺ, സ്പോറിലേഷൻ ഇൻ വെജിറ്റേറ്റീവ് സെൽ ഈസ് ഫേവേർഡ് ബൈ. എന്താ ഈ സ്പോറിലേഷൻ എന്ന് പറയുന്നത്? എൻഡോസ്പോർ ഫോർമേഷൻ ആണ് അല്ലേ? ഒരു ഓർഗാനിസംസ് വളരും. ഇപ്പോൾ ഇത് ഗ്രോത്ത് കേർവ് ഒക്കെ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗ്രോത്ത് കേർവ് ഉണ്ട്. ഓരോ ഓർഗാനിസം അത് ഫസ്റ്റ് മുതൽ, അത് മീൻസ് അത് വളരാൻ തുടങ്ങി അതിന്റെ ഡെത്ത് ഫേസ്, മീൻസ് ഡെത്ത് ആവുന്ന അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആവുന്നത് വരെയുള്ള സ്റ്റേജിൽ എന്താണ് നടക്കുന്നത് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് എൻവിറോൺമെന്റിലാണ്. അത് വലിയൊരു ലേക്ക്, പോണ്ട് അങ്ങനത്തെ സ്ഥലത്തല്ല. ഒരു കുറച്ച് മാത്രം നമ്മളിപ്പോൾ കൾച്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഓർഗാനിസംസ് എങ്ങനെ
അതിന്റെ ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു കേവ് ആണ് ഗ്രോത്ത് കേവ് എന്ന് പറയുന്നത്. ഇതാണ് ഗ്രോത്ത് കേവ്. ഇതിൽ ക്വസ്റ്റ്യൻ വന്നത് സ്പോറിലേഷൻ ഇൻ എ വെജിറ്റേറ്റീവ് സെൽ ഈസ് ഫേവേർഡ് ബൈ, അതായത് ഈ വെജിറ്റേറ്റീവ് സെൽ എന്ന് വെച്ചാൽ ഓർഗാനിസം ആണ്, അതിന് ജീവനുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന സെല്ലിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയാ. ഈ സെല്ല് സ്പോറിലേഷൻ ഫേവർ ചെയ്യുക, സ്പോറിലേഷൻ എൻഡോസ്പോർ ഫോർമേഷൻ നടത്തുന്നത് എപ്പോഴാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ സ്പോറിലേഷൻ ഫേവർ ചെയ്യുന്നത് ഡെത്ത് ഫേസിലാണ്. എപ്പോഴാണ്? ഡെത്ത് ഫേസിലാണ്. എന്തുകൊണ്ടാന്ന് പറയാം. ഫസ്റ്റ് വണ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓർഗാനിസം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓർഗാനിസത്തിനെ എടുത്തു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലേക്കെന്നോ പോണ്ടെന്നിട്ട് ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ ഒരു നമുക്ക് നല്ല കൾച്ചർ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു സാമ്പിൾ എടുത്തു. അതിൽ നിന്ന് സാമ്പിളിന് സീരിയൽ ഡൈല്യൂഷനൊക്കെ ചെയ്ത് നമ്മൾ കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചു. ബ്രോത്തിലാണ് വെക്കോട്ടെ, ബ്രോത്തിൽ കൾച്ചർ ചെയ്യാൻ വെച്ചു. അങ്ങനെ കൾച്ചർ ചെയ്യാൻ വെച്ച സമയത്ത് എന്ത് ചെയ്തു, ഇതിന് കുറച്ച് സമയത്തേക്ക് ഈ ഒരു ഇത് കാണുന്നില്ല, ഇതിനാണ് നമ്മൾ പറയുന്നത് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ഈ ലാഗ് ഫേസിൽ എന്ത് സംഭവിക്കുന്നു, കുറച്ച് നേരം അതെന്ത് ചെയ്യുന്നു, ആ ഒരു ഓർഗാനിസം പുതിയൊരു മീഡിയയിൽ, ഇപ്പം അത് വളർന്നു കൊണ്ടിരുന്ന മീഡിയയിൽ നിന്ന് വേറൊരു മീഡിയയിലേക്ക് എത്തിയതല്ലേ. അങ്ങനെ എത്തുന്ന സമയത്ത് ആ മീഡിയയിലുള്ള സാധനങ്ങളിൽ വളരാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇപ്പം നമ്മളിപ്പോൾ പറയുക, നമ്മൾ വീടെടുത്ത് കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള ഫർണിച്ചറും സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ നമുക്ക് അവിടെ നിൽക്കണമെങ്കിൽ. അതുപോലെ തന്നെ ഒരു ഓർഗാനിസത്തിന് ഒരു പുതിയൊരു വീട്ടിലേക്ക് മാറി, പുതിയൊരു കൾച്ചറിലേക്ക് മാറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന് വളരാൻ ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കണം. അത് 2 കേസസ് വരെ, ഇപ്പൊ നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയ ഒരു കൾച്ചർ എന്നുള്ള ഓർഗാനിസം ആണെങ്കിൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ലാഗ് ഫേസ്, ചെറിയ ലാഗ് ഫേസ് ആയിരിക്കും. അതായത് ഈ ഒരു ഫേസിന് ചിലപ്പോൾ ഇത്ര നീളം ഉണ്ടാവും, ഇവിടുന്ന് എന്ത് ചെയ്യും, ലോഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അതല്ല ഭയങ്കര എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ഡെത്ത് ഫേസ് എന്നൊക്കെ എടുത്ത് ഒരു ഓർഗാനിസത്തിനെ നമ്മൾ വീണ്ടും ഒരു പുതിയ കൾച്ചറിലേക്ക് ഇടുക. അങ്ങനെയാവുമ്പോൾ എന്തായിരിക്കും, അത് മെറ്റബോളിക്കലി എക്സോസ്റ്റഡ് ആയിരിക്കും ഈ ഓർഗാനിസത്തിന്. അപ്പം എന്ത് ചെയ്യും, ഒന്ന് തയ്യാറെടുക്കാൻ കുറച്ചധികം ഫേസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ലാഗ് ഫേസിൽ, അതായത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് ഒരു ആരോഗ്യമുള്ള ബാക്ടീരിയ ആണെങ്കിൽ, ഹെൽത്തി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ബാക്ടീരിയ ആണെങ്കിൽ, അതിന്റെ ഹോമിയോസ്റ്റാസിസ് മൊത്തം ലോക്കി ആയ ബാക്ടീരിയ ആണെങ്കിൽ ലാഗ് ഫേസ് ചെറുതായിരിക്കും. അതെന്ത് ചെയ്യും, പെട്ടെന്ന് അതിനാവശ്യമായ എൻസൈംസും RNA ഒക്കെ മെറ്റബോളൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കി അതെന്ത് ചെയ്യും, പെട്ടെന്ന് അതിന് ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങും. അതേസമയം വലിയ മെറ്റബോളിക്കലി എക്സോസ്റ്റഡ് ആയ ഓർഗാനിസംസ് ആണെങ്കിൽ ലാഗ് ഫേസിൽ കുറച്ച് സമയം എടുക്കും. കാരണം അവരിൽ എനർജി ഉണ്ടാവില്ല. അപ്പൊ അവർ ഇതൊക്കെ ഈ ന്യൂട്രിയൻസ് ഒക്കെ യൂസ് ചെയ്ത് എനർജി ഉണ്ടാക്കിയിട്ട് വേണം ബാക്കി ഡോട്ടർ സെല്ലിനെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അല്ലെ. അപ്പൊ അതായത് ഈ പറയുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചെറിയൊരു ടൈം എടുക്കും. അത് ഇപ്പൊ ലാഗ് ഫേസ് വലുതായിരിക്കും. ഓക്കെ അല്ലെ. രണ്ടാമത്തെ ഫേസ് ആണ് എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. എക്സ്പോണൻഷ്യൽ ഫേസിലാണ് ഓർഗാനിസംസ് എന്ത് ചെയ്യാണ്, ഡബ്ലിങ്സ് നടക്കുന്നത്. അതായത് ഡോട്ടർ സെൽസ് ഉണ്ടാക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കി ഓർഗാനിസത്തിന്റെ നമ്പർ കൂടി വന്നു ഇവിടെ എത്തിയ സമയത്തേക്കും എന്ത് ചെയ്യും, ഓർഗാനിസം നമ്പർ കൂടുക എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് കൾച്ചറിലല്ലേ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഓർഗാനിസം ആകുമ്പോൾ അതെന്ത് ചെയ്യും, അതിലുള്ള ഓർഗാനിസത്തിന് യൂസ് ചെയ്യാനുള്ള ന്യൂട്രിയൻസ് കുറയാൻ തുടങ്ങും. അങ്ങനെ കുറയുന്ന സമയത്താണ് ഇത് എന്ത് ചെയ്യുക, സ്റ്റേഷനറി ഫേസിലേക്ക് പോവാം. ഈ സ്റ്റേഷനറി ഫേസ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ നേരെ കാണുന്ന പാരലൽ ആയിട്ടുള്ള ടൈമിന് പാരലൽ ആയിട്ടുള്ള ഈ വരെ കാണുന്ന സ്റ്റേഷനറി ഫേസ് ആണ്. ഇവിടെ ഓർഗാനിസംസ് ഡബ്ലിംഗ് നടക്കുന്നുണ്ട്. എന്താണ്, ഓർഗാനിസംസ് പുതിയത് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നതിന്റെ കൂടെ തന്നെ ഡെത്തും നടക്കുന്നുണ്ട്. ഒരേ പ്രൊപ്പോർഷനിലാണ് ഡെത്തും സെൽസിന്റെ ഗ്രോത്തും ന്യൂ സെൽസ് ഫോർമേഷനും നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സ്ട്രേറ്റ് ലൈന് വരാൻ കാരണം. ഈ സ്ഥലത്ത് വെച്ചിട്ട്, അതായത് ഈ സ്റ്റേഷനറി ഫേസിൽ വെച്ചിട്ടാണ് എൻഡോസ്പോർ ഫോം ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യുക, എൻഡോസ്പോർ ഉണ്ടാക്കാനുള്ള ജീനുകളിൽ മാറ്റം വരിക. അതായത് കണ്ടോ, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ടാക്കും. ഇതുപോലെ എൻഡോസ്പോർ ഉണ്ടാക്കാനുള്ള സ്പോറിലേഷൻ ആവശ്യമായ നെസസറി ജീൻസ് ഒക്കെ ഏത് ഫേസിലാണ് ഉണ്ടാക്കുക, സ്റ്റേഷനറി ഫേസിലാണ് ഉണ്ടാക്കുക. അങ്ങനെ സ്റ്റേഷനറി ഫേസിൽ തന്നെ അവസാനമായി എന്താ പറയുക, അവസാനത്തേക്ക് ന്യൂട്രിയൻസ് ഒക്കെ തീരാൻ തുടങ്ങി, പട്ടിണി വരോട്ടായ സമയത്ത് ഇവരെന്ത് ചെയ്യും, ഡെത്ത് ഫേസ്, അതായത് കുറെ പേര് ചാവാൻ തുടങ്ങി. എങ്ങനെയാ ചാവുക, ചില ഓർഗാനിസംസ് എന്ത് ചെയ്യും, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ടാക്കും. ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് ഈ മെറ്റബോളൈറ്റ്സ് എന്ത് ചെയ്യും, മറ്റുള്ള ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ തടയും അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, അപ്പൊ എന്ത് ചെയ്യും, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് സർവൈവ് ചെയ്യും. അതുപോലെ എൻഡോസ്പോർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗാനിസംസും സർവൈവ് ചെയ്യും. ഈ ഓർഗാനിസംസ് ഒക്കെയാണ് ഡെത്ത് ഫേസിൽ എത്തുക. ഡെത്ത് ഫേസിൽ എത്തിയിട്ട് ഇവിടെ വയബിൾ സെല്ലിന്റെ നമ്പറിൽ ഡിക്രീസ് വരും. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, താഴോട്ടേക്ക് വരുന്നത്. ഇവിടുന്ന് സെല്ല് നമ്പർ ഡിക്രീസ് ചെയ്ത് വരികയാണ്.
അങ്ങനെ ഡിഗ്രീസ് ചെയ്യും. അത് ഇതിൽ എന്ന് വെച്ചാൽ 2 കണ്ടീഷനിൽ വരാം. അതായത് സെല്ല് ഡിഗ്രീസ് വയബിൾ സെൽസ് ഡിഗ്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഡെഡ് ആവാം, ഇല്ലെങ്കിൽ വയബിൾ ബട്ട് നോട്ട് കൾച്ചറബിൾ എന്ന് പറഞ്ഞ VBNC എന്ന് പറഞ്ഞ ഫോമിലും ഉണ്ടാവും. അതെന്തെന്ന് വെച്ചാൽ ജീവൻ ഉണ്ടാവും, പക്ഷെ മറ്റൊരു മീഡിയയിലേക്ക് ഇതിനെ വളർത്താനുള്ള കഴിവുണ്ടാവില്ല. ഓർഗാനിസത്തിന് ജീവനുണ്ട്, അത് ജീവിക്കുകയും ചെയ്യും, പക്ഷെ വേറൊരു കൾച്ചറിലേക്ക് പോയിട്ട് അത് വീണ്ടും മീൻസ് ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കാനുള്ള ഇതുണ്ടാവില്ല, നോട്ട് കൾച്ചറബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ എൻഡോസ്പോർ ഫോർമേഷൻ നടത്തുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ എന്ത് ചെയ്യും? എൻഡോസ്പോർസ് ഉണ്ടാക്കും. ഓക്കെ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്പോറിലേഷൻ എവിടുന്നാണ് ഉണ്ടാകുന്നത്? സ്പോറിലേഷൻ ഉണ്ടാകുന്നത് ഡെത്ത് ഫേസിലാണെന്നുള്ളത് ഓർക്കുക. പക്ഷെ സ്പോറിലേഷന് ആവശ്യമായ ജീനിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സ്റ്റേഷനറി ഫേസിലാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ, എ ഫാക്കൾട്ടേറ്റീവ് എയറോബ് പൊട്ടൻറ്റ് ടു കോസ് ഫുഡ് പോയ്സണിങ്. ഇതിലുള്ള ഏതാണ് ഒരു ഓർഗാനിസം, ഏത് ഓർഗാനിസമാണ് ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അതിൽ ക്ലോസ്ട്രിഡിയം ബോട്ട്ലിൻ ഉണ്ട്, ബാസിലസ് സെരിയസ് ഉണ്ട്, ക്ലോസ്ട്രിഡിയം പെർഫിൻജൻസ് ഉണ്ട്, നൺ ഓഫ് ദ എബവ് ഉണ്ട്. ഇതിന്റെ ആൻസർ ഇതിൽ വരുന്നത് നൺ ഓഫ് ദ എബവ് ആണ്. കാരണം ഇതിൽ കൊടുക്കുന്ന എല്ലാ ഓർഗാനിസംസും ആനേറോബ് ആണ്. ഫാക്കൾട്ടേറ്റീവ് എയറോബ് ആയിട്ടുള്ള ഒരൊറ്റ ഓർഗാനിസം ബോട്ടിലിനം ആനേറോബാണ്, ബാസിലസ് സെരിയസ് ആനേറോബ് ഫാക്കൾട്ടേറ്റീവ് ആനേറോബാണ്, ക്ലോസ്ട്രിഡിയം പെർഫിൻജൻസും ഫാക്കൾട്ടേറ്റീവ് ആനേറോബാണ്. ഇത് 3 ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യും, പക്ഷേ ഇത് 3 ആനേറോബാണ്. നെക്സ്റ്റ് വൺ, കാർബോഹൈഡ്രേറ്റ്സ് ഫ്രോം ഫുഡ്സ് ആർ യൂട്ടിലൈസ്ഡ് ബൈ. ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് യൂസ് ചെയ്യുന്നത് കോളിഫോംസ്. ഈ ഒരു ആൻസർ ഇത് ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യൻസും PSCന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ കീഴിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് എന്ത് ചെയ്ത് കോളിഫോംസ് എന്നുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ് ഫ്രോം ഫുഡ്സ് ആർ യൂട്ടിലൈസ്ഡ് ബൈ കോളിഫോംസ് എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സ്യൂഡോമോണാസും സ്റ്റാഫും സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെ യൂസ് ചെയ്യും കാർബോഹൈഡ്രേറ്റ്സ്. എന്തുകൊണ്ട് കോളിഫോംസ് എന്നുള്ളൊരു ഉത്തരം വന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PSC ആണ്, വീണ്ടും ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇതിൽ കൂട്ടിച്ചേർത്തതാണ്. Next one, the process in which foods are placed in a shielded chamber and subjected to a radiant energy source. The process in which foods are placed in a shielded chamber and subject to a radiant energy source. ഒന്നുമില്ല, റേഡിയന്റ് എനർജി വെച്ച് എന്താ നമ്മൾ ഫുഡിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താ? ഇതിലിപ്പോ റേഡിയന്റ് ഉപയോഗിക്കാതെ പാസ്ചറൈസേഷൻ ഉപയോഗിക്കില്ലല്ലോ, HPP ഹൈ പ്രഷർ പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യില്ലല്ലോ, ഓമിക് ഹീറ്റിംഗിൽ യൂസ് ചെയ്യില്ല. ഇതിൽ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇറേഡിയേഷനിലാണ് യൂസ് ചെയ്യുന്നത്. അല്ലെ? റേഡിയന്റ് എനർജി സോഴ്സ് ഉപയോഗിച്ചിട്ട് ഫുഡിനെ പ്രോസസ് ചെയ്യാൻ സഹായിക്കുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഇറേഡിയേഷൻ എന്നാണ് പറയാ. അല്ലെ? ഓക്കെ അല്ലേ? Next one, what is the collective term for disease causing microorganism? Disease causing microorganism എന്താ പറയാ? പാത്തജൻസ്. ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിസം ആണ്. ജേംസ് ഓർഗാനിസം ആണ്. ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് പറയുന്നു? പാത്തജൻസ്. എന്ത് പറയുന്നു? പാത്തജൻസ്. നെക്സ്റ്റ് വൺ, which one of the microorganisms given below is not responsible for ropey fermentation of milk? മിൽക്കിന്റെ റോപ്പി ഫെർമെന്റേഷന് കാരണക്കാരനല്ലാത്ത ഓർഗാനിസം ഏതാണ് എന്നാണ് ചോദ്യം. ആൽക്കലി ജീൻസ്, വിസ്കോലാക്ടിസ്, അത് റോപ്പിനസ് കോസ് ചെയ്യുന്നുണ്ട്. എൻട്രോബാക്ടർ എയറോജിനസ് കോസ് ചെയ്യുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ക്രിമോണിസ് കോസ് ചെയ്യുന്നുണ്ട്. കോസ് ചെയ്യാത്തത് അപ്പോൾ എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടിസ് ആണ്. സോ ആൻസർ ഈസ് സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടിസ്. Which one of the microorganisms given below is not responsible for ropey fermentation of milk? Answer is Streptococcus lactis. So last one, the primary bacterial spoilage of poultry milk at a low temperature, which characteristic sliminess at outer surface is caused by. അതായത് ലോ ടെമ്പറേച്ചറിൽ പോൾട്രി മീറ്റിൽ സ്ലൈമിനസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ലോ ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഓൺ ദ സ്പോട്ട് ആലോചിക്കുക, സ്യൂഡോമോണാസ് ആയിരിക്കും. സോ സ്യൂഡോമോണാസ്. ആസ്പെർജില്ലസും ബാസിലസും കാൻഡിഡയും ഒന്നും ലോ ടെമ്പറേച്ചറിൽ വരാനുള്ള സാധ്യത കുറവാണ്. സോ സ്യൂഡോമോണാസ് ആണ് ഇതിന്റെ ആൻസർ. ദ പ്രൈമറി ബാക്ടീരിയൽ സ്പോയിലേജ് ഓഫ് പോൾട്രി മീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ വിച്ച് ക്യാരക്ടറിസ്റ്റിക് സ്ലൈമിനസ് ഈസ് ഔട്ടർ സർഫസ് ഈസ് കോസ്ഡ് ബൈ സ്യൂഡോമോണാസ് സ്പീഷീസ്. സോ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്.